ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ബാങ്കിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒരു ടൈപ്പ് ബാങ്കുണ്ട്, മിക്സഡ് ബാങ്കിങ് സിസ്റ്റത്തെക്കുറിച്ചാണ് പറയണത്. ആക്ച്വലി മിക്സ് ചെയ്യാൻ രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും മിക്സ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ മിക്സഡ് ബാങ്കിങ് സിസ്റ്റത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങും കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങും തമ്മിൽ രണ്ട് ബാങ്കുകൾ തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ട് ബാങ്കുകളുടെ ഫങ്ഷൻസ് ഒരു ബാങ്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് മിക്സ്ഡ് ബാങ്കിങ്. ഓക്കെ, അതായത് രണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൻ്റെ ഫംഗ്ഷനും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ഫംഗ്ഷനും ഒരു ബാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ബാങ്കിൻ്റെ ആ ഫംഗ്ഷൻ ഒരു ബാങ്ക് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന ബാങ്കുകളെ പറയുന്ന പേരാണ് മിക്സ്ഡ് ബാങ്കിങ്. ഇന്ന് ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു ബാങ്കിങ് ഒരു സ്ട്രിഫ് എന്ന് പറഞ്ഞൊരു കമ്മിറ്റി പറയുന്നുണ്ടെങ്കിലും കൂടുതൽ ജർമ്മനിയിലാണ് ഇങ്ങനെ കൂടുതൽ മിക്സ്ഡ് ബാങ്കിങ് ഉള്ളത്. കാരണം ജർമ്മനിയിലെ ഇൻഡസ്ട്രീസ് ആ സ്റ്റേജിലായതുകൊണ്ട് ജർമ്മനിയിൽ മിക്സ്ഡ് ബാങ്കിങ് ആണുള്ളത്. എന്താണ് ആദ്യം നമുക്ക് മനസ്സിലാക്കണം, എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, എന്താണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നൊക്കെ പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്ന ബാങ്ക് ഷോർട്ട് ടേം ലോൺസും ഷോർട്ട് ടേം ഡെപ്പോസിറ്റുമാണ് കൂടുതലായിട്ട് സ്വീകരിക്കുന്നത്. അഥവാ അവർ ലോങ് ടേം എന്ന് പറഞ്ഞാൽ അവർ ലോങ് ടേം മാക്സിമം 15 years ഉള്ളൂ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മുഴുവനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡെപ്പോസിറ്റ്സ് ഫോർ ഷോർട്ട് ഡ്യൂറേഷനാണ്. അപ്പോൾ അവർ ഷോർട്ട് ഡ്യൂറേഷൻ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർ ഷോർട്ട് ഡ്യൂറേഷനിലാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് എമൗണ്ട് ഷോർട്ട് പീരീഡ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ആ ഡെപ്പോസിറ്റർക്ക് എമൗണ്ട് ആ ഷോർട്ട് പീരീഡിൽ തിരിച്ചു ചോദിക്കും. അപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി എപ്പോഴും കൂടുതൽ വേണം. പെട്ടെന്ന് കാശ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ അത് ചോദിച്ചിരിക്കുമ്പോൾ കൊടുക്കണ്ടേ. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് ലോങ് പീരീഡിലാണ് ഈ ഡെപ്പോസിറ്റ് ലോൺസ് അഡ്വാൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രയും സമയം കിട്ടും അതിൻ്റെ മാനേജ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സുകളും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കും ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻ സെപ്പറേറ്റാണ് കാര്യമായിട്ട് ഇന്ത്യയിൽ എപ്പോഴും നടക്കാറ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഡ്യൂറേഷനിൽ വ്യത്യാസമുണ്ട്, ഇൻഡസ്ട്രിയൽ ബാങ്കിൻ്റെ ഡ്യൂറേഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ രണ്ട് സെപ്പറേറ്റാണ്. മിക്സ്ഡ് ബാങ്കിങ് സിസ്റ്റം അത്രയാണ് പോപ്പുലർ അല്ല. അല്ലെങ്കിൽ പക്ഷേ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻഡസ്ട്രിയൽ ബാങ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രീസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജർമ്മനിയിലാണ് കൂടുതലും മിക്സ്ഡ് ബാങ്ക് സിസ്റ്റം ഉള്ളത്. യൂണിവേഴ്സൽ ബാങ്ക്സ് എന്ന് പറഞ്ഞ ടേം ഒരു പറയുന്നുണ്ട്. ഈ മിക്സ്ഡ് ബാങ്ക് സിസ്റ്റത്തിൽ ലോങ് ടേം റിക്വയർമെൻറ്റ്, ഇൻഡസ്ട്രിയുടെ ലോങ് ടേം റിക്വയർമെൻറ്റും അതുപോലെ തന്നെ ഷോർട്ട് ടേം റിക്വയർമെൻറ്റും ലോങ് ടേം റിക്വയർമെൻറ്റും ഒരേപോലെ ബാങ്ക് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കാര്യം പറഞ്ഞു, ഷോഫ് കമ്മിറ്റിയാണ് അതിന് 54 ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത്. ഇനി ഇത് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് ബാങ്ക് സിസ്റ്റത്തിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സ്പെർട്ട് ഗൈഡൻസ് കിട്ടും. അതായത് ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ലാർജ് ഫിനാൻഷ്യൽ റിസോഴ്സസ് കിട്ടുന്നുണ്ട്. എക്സ്പേർട്ട് ഗൈഡൻസ് കിട്ടും. ബാങ്കിന് ആവശ്യമുള്ള എക്സ്പേർട്ട് ഗൈഡൻസ് വേരിയസ് ഫിനാൻഷ്യൽ ഇഷ്യൂസിലെ എക്സ്പേർട്ട് ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ബാങ്ക് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് നീഡ്സ്, അതായത് ലോങ് ടേം നീഡ്സും ഷോർട്ട് ടേം നീഡ്സും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലോങ് പീരീഡിലായതുകൊണ്ട് ഡയറക്ടേഴ്സൊക്കെ ലോങ് പീരീഡിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരും ഭയങ്കര കണക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ക്ലോസ് ഇൻറ്റിമസി ഉണ്ടാവും. ഡയറക്റ്റ് ഇൻഡസ്ട്രിയൽ ക്ലോസ് ഇൻറ്റിമസി ഉണ്ടാവും. പിന്നെ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, കാരണം നമുക്ക് എവിടെ പോയാലും ലോങ് ടേമും കിട്ടും ഷോർട്ട് ടേമും കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇൻഡസ്ട്രിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മിക്സ്ഡ് ബാങ്കിങ് സിസ്റ്റം ഉള്ളത്. ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടായിരിക്കും. കാരണം ലോങ് പീരീഡിലാണ് ലോൺ കൊടുക്കുന്നത്. അവർ ഇൻസോൾവൻസി സംഭവിച്ചാൽ ആ ഇൻഡസ്ട്രി സെക്യൂരിറ്റി ആയിട്ട് ഷട്ട് ഡൗൺ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ച് എമൗണ്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതാണ് ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ് ആയിരിക്കും. ഓവർ ലെൻഡിങ് എന്ന് പറഞ്ഞ സംഭവം സംഭവിക്കാൻ ചാൻസ്. അവരുടെ കൂടുതൽ നോക്കിയിട്ടൊന്നല്ല ഇങ്ങനെ കൊടുക്കൊണ്ടേയിരിക്കും. പിന്നെ ലിക്വിഡിറ്റി ഭയങ്കര പ്രശ്നം. അത് ലോങ് ടേം ഫിനാൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ സമയത്ത് കയ്യിൽ കാശ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഷോർട്ട് ടേമും ലോങ് ടേമും ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ലിക്വിഡിറ്റി ഒരു ഇഷ്യൂ ഉണ്ടാവും, സേഫ് അല്ലാന്ന്. ഇതൊക്കെ ലോങ് ടേം ലോൺസ് നമ്മൾ സേഫ് ലോക്കായിട്ട് വെക്കില്ല. ലോങ് ടേമിലും പിന്നെ കൊടുത്താൽ മതിയല്ലോ. കുറേ സമയങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ലാസ്റ്റ് അവർ ചോദിക്കുന്ന സമയത്ത് കാശ് കൊടുക്കാതെ ലിക്വിഡിറ്റിയെ പെട്ടെന്ന് ഷോർട്ട് ടേമിൽ ചോദിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല. കാരണം ഷോർട്ട് ടേമായിട്ട് കാശ് നമ്മൾ ലോങ് ടേം പർപ്പസിന് കൊടുക്കുമ്പോൾ അവർ തിരിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ത്രെറ്റ് ടു ലിക്വിഡിറ്റി ഒരു പ്രോബ്ലമാണ്. ഇതാണ് മിക്സഡ് ബാങ്കിനെ കുറിച്ച് പറയുന്നത്. ഇതോട് കൂടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മിക്സഡ് ബാങ്കിൻ്റെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആറ് പ്രകാരമാണോ പഠിക്കണമെന്ന്
എന്താണെന്നറിയോ, എക്സൽ പബ്ലിക്കേഷൻ്റെ പ്രകാരം പഠിക്കുമ്പം എല്ലാ ബാങ്കിനെ കുറിച്ചും പഠിക്കൽ കഴിഞ്ഞിട്ടൊന്ന് നിങ്ങൾ നോക്കി നോക്കുക. അതിൻ്റെ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം ഇതുവരെയുള്ള PDF ടൈപ്പ് ഓഫ് ബാങ്ക് ഒക്കെ ഒരുമിച്ച് വേണമെങ്കിൽ PDF ഒന്ന് ഇട്ട് തരാം. ഓരോ അതാത് ക്ലാസ്സിൽ ഇടാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ മിസ്സാവണ്ടെന്ന് കരുതിയിട്ട്. ടൈപ്പ് ഓഫ് ബാങ്കിൻ്റെ ഫങ്ഷൻ പ്രകാരം പറഞ്ഞു, ഓണർഷിപ്പ് പ്രകാരം പറഞ്ഞു, ഡൊമിസിൽസ് പ്രകാരം പറഞ്ഞു, ഓർഗനൈസ് സ്ട്രക്ചർ പ്രകാരം പറഞ്ഞു, RBI ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞു, മിക്സ്ഡ് ബാങ്കിങ്ങും പറഞ്ഞു. ഓക്കെ, ഇത് പല ടൈപ്പും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൻ്റെ ടൈപ്പും ആക്ച്വലി നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കും വരുന്നില്ല. പിന്നെന്താ പറയണത്, സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ച് ഞാനൊരു നോട്ട് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഓർഗനൈസേഷൻ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഫോളോ ചെയ്യുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. അപ്പം ഞാൻ 39ാമത്തെ പേജ് വരെ നിങ്ങളെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഞാൻ ഈ PDF ആക്കിയിട്ട് എന്ത് ചെയ്യാം, ബാങ്കിങ് സെക്ടർ ടൈപ്പ് ഓഫ് ബാങ്ക്സ് ഒരുമിച്ചൊരു PDF ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ല കിട്ടുന്നില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സ്ട്രക്ചർ ഓഫ് ബാങ്ക് ഇൻ ഇന്ത്യ ആണ് നിങ്ങൾക്ക് ഞാൻ അടുത്ത പോർഷൻ പറയണത്. ഈ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ആണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷനെ കുറിച്ചിട്ട് പറയണത്. സ്ട്രക്ചർ കഴിഞ്ഞിട്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷനെ കുറിച്ച് പറയണത്. ഇത്തിരി വലിയ യൂണിറ്റാണ് നിങ്ങളുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ ഇത്തിരി വലിയ യൂണിറ്റാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ചെറിയ സെക്കൻഡ് യൂണിറ്റും പിന്നൊക്കെ ചെറുത് തന്നെ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ ഇതുവരെക്കും പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവുക, ഏതെങ്കിലും ഓഡിയോസ് വളരെ സ്പീഡായി പോയി തോന്നുക, ക്ലാരിറ്റി കുറവ് തോന്നുക എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഇടയ്ക്ക് നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോളൂ. ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് വീണ്ടും ക്ലാരിഫൈ ചെയ്ത് തരാം. അവസാനം നിങ്ങളാക്കാൻ നിൽക്കണ്ട. ഒന്നും മനസ്സിലായില്ല മിസ്സേ, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിഷമിപ്പിക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, കാരണം ചില സമയങ്ങളിൽ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പേഴ്സണൽ ഇൻകൺവീനിയൻസ് കാരണം ചിലപ്പോൾ ഞാൻ ഓരോ ദിവസത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഞാൻ വല്ല പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടോ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ. ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്തൊന്നും വീണ്ടും കേൾക്കുന്നില്ല. എനിക്ക് ഞാൻ 10 മിനിറ്റ് വീഡിയോ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റെക്കോർഡ് ചെയ്ത് വീണ്ടും ഞാൻ കേൾക്കാൻ എനിക്ക് സമയം ചിലപ്പോൾ കിട്ടാത്തത് കൊണ്ട് അത് ക്ലാരിറ്റി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഞാനത് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കേൾക്കുന്ന ഭാഗത്തിൽ മിസ്സ് സ്പീഡായിപ്പോയി, ഞങ്ങൾക്ക് മിസ്സ് പറഞ്ഞത് മനസ്സിലായില്ല എന്നുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് അപ്പം തന്നെ ഫീഡ്ബാക്ക് തരണേ. ലാസ്റ്റ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മിസ്സിൻ്റെ ഓൺലൈൻ ക്ലാസ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴാവും മിസ്സിന് വിഷമം ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ മിസ്സ് ആ ക്ലാസ്സിൽ ഒന്നും കൂടി പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു വിഷമം ഉണ്ടാവില്ല മക്കളെ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് ക്ലിയറായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് സ്പെഷ്യൽ ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ഇൻഫർമേഷൻ തരണം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.